വേഗം പോവും അല്ലേലും വരേനും ജോസേട്ടൻ ചേച്ചില്ലേ എന്താടാ പണിപാളി നമ്മുടെ കുപ്പിയാരോ കിഡ്നാപ്പ് ചെയ്തോ? അല്ലടാ, ഇത് ചുമ്മാ നമ്മുടെ ക്ലാസ്സിൽ ഏതോ തെണ്ടി നമ്മളെ വട്ടാക്കുന്നത്. ഇതങ്ങനെ പിള്ളേളിയൊന്നുമല്ല. അല്ല, ഐവിയുടെ പേര് പിരിച്ച് കാശ് കൊണ്ട് വാങ്ങിയ കുപ്പികളാ. കള്ളക്കണക്ക് ഉണ്ടാക്കി മടുത്തു. ഇതെങ്ങാണ് എടുത്തവനെ എന്റെ കൈ കിട്ടിയ സീറ്റിന്റെ അടി നീട്ടിയതാ. നോക്കട്ടെ, ഉത്തരങ്ങൾ അപ്പുറത്ത്. എടാ മര്യാദക്കേ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന പിള്ളേരാ. ഇപ്പൊ മൊത്തം ക്ലൂ ക്ലൂ. അനുഭവിച്ചോ നമ്മുടെ റൂമിന്റെ അപ്പുറത്താരാ? മിറാഷ്. എടാ മണ അടിച്ച ബോധം കിടന്ന പാട്ടിയാ. പിന്നെയാണ് കുപ്പി നിന്റെയോ? എടാ അങ്ങേര് അവൻ നല്ല ചാൻസ് ഉണ്ട്, ഞാൻ പറയാം. എടാ ആ പുല്ലന്റെ കണ്ണ് കണ്ടറിയാം. വൺ ടാങ്ക് സാർ എങ്ങാനായിരുന്നെങ്കിൽ ഇപ്പൊ ഐവിയുടെ ആയിരുന്നു തീരുമാനമായേനെ. കറക്റ്റ്. നിങ്ങളിങ്ങനെ കടങ്കഥ കളിച്ചിരുന്നോ? ഇത് ചൂടാവുന്ന എന്തിനു? ലവ്ലി മിസ് കാഞ്ഞിരപ്പള്ളി നസ്രാണിയാ. എന്താ ഉത്തരങ്ങൾ അപ്പുറത്ത്. നിരന്തരമായ സ്റ്റെപ്സ്. ബോട്ടും പാലവും ഒന്നും കാണുന്നില്ലല്ലോ. ഇവിടെ ഏറ്റവും അടുത്തുള്ള പാലം 40 കിലോമീറ്റർ അപ്പുറയാ. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? വഴിയുണ്ട്. വഴി നീ കേറുന്നില്ലേ? ഞാനെങ്കില്ല, നല്ല അടിയൊഴുക്കുള്ള സ്ഥലാ. എടാ ഇതിൽ എല്ലാ ദിവസവും 8-10 പേര് കേറുന്ന ഒരു കുഴപ്പമില്ല, നീ വാ. അതൊക്കെ ഡ്രൈവർ ഉള്ളപ്പോഴല്ലേ? ഡ്രൈവറാ, കേറി വാടാ. കുപ്പി അപ്പുറത്തന്നെ. നിങ്ങൾക്ക് എന്താ ഉറപ്പ്? ഞാൻ ഹോട്ടലിൽ തപ്പാ, കിട്ടിയ വിളിച്ചാൽ മതി. വണ്ടി തെക്കോട്ട്. എന്താണ് നമ്മൾ എവിടെ എത്താത്തെ? ഈ ഗൗതമിന്റെ ഇല്ല ഇനിയിപ്പോ. വരുണേ, എനിക്ക് പേടിയാവുന്നു. നമുക്ക് തിരിച്ചു പോയാലോ? പേടിയാണ്, നീ വിട്ടോ. ഇത് എടുത്തവനിട്ട് 2 പൊട്ടിക്കാതെ ഞാൻ എങ്ങോട്ടുമില്ല. എടാ പതുക്കെ പോ, ഞങ്ങളും വരുന്നുണ്ട്. ഗൗതം കൈ പിടിക്കും. മരം അത് ശരി. അപ്പൊ നിങ്ങളാണടാ കുപ്പിയൊക്കെ എടുത്തേ? സത്യം പറയടാ, ബാക്കി കുപ്പിയൊക്കെ എന്തേ? ഒരൊറ്റ കുപ്പി തന്നിട്ട് ബാക്കിയുള്ളതൊക്കെ എവിടെയാണെന്ന് എന്തിട്ടാടാ? ഒറ്റ കുപ്പിയോ? ആരുടെ നിങ്ങൾ കുപ്പിയൊക്കെ തന്നെ? Hi. First, you should catch. ഹംപിയിലെത്തിയിട്ട് പൊട്ടിപ്പൊളിഞ്ഞ കുറെ കൊട്ടാരങ്ങൾ മാത്രം കണ്ടാൽ മതിയോ? ദിസ് ഇസ് ദി അതർ സൈഡ്. പുറം ലോകം കാണാത്തൊരു ഹംപി. ഇവിടെ ഇന്ത്യക്കാരില്ല, പിന്നെ രാത്രി വന്നിട്ടേ കാര്യമുള്ളൂ. അതൊന്നും എന്തായാലും നിങ്ങൾ സമ്മതിക്കാൻ പോണില്ല. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ. എന്ത്
San lo primero, cliente de India o día. Cliente. Las cervezas son gratis. സംക്രാന്തിയാ ജി കുസൂർ Muchas gracias. ബൈ. ആരെന്നാ പറഞ്ഞേ നമ്മളാണ് ഇന്നത്തെ ആദ്യത്തെ ഇന്ത്യൻ കസ്റ്റമേഴ്സ്. സോ ഡ്രിങ്ക്സ് ഫ്രീ. ഹൈ. ഹൈ കൊള്ളാലോ അല്ലേ നിങ്ങൾ ഇവിടെ ഇരിക്കേ, ഞങ്ങൾ പോയി എടുത്തിട്ട് വരാം. ഓക്കെ, അല്ല ഞാൻ പോയിട്ട് വരാട്ടാ. സെറ്റ് പോകலாம் വെള്ളടിക്കാനോ ഒന്നും ശരിയാവത്തില്ല. എന്താടാ പെമ്പിള്ളേർ വെള്ളമടിച്ച ആകാശം ഇടിഞ്ഞു വീഴും. എടാ ക്ലാസ് റൂമിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങേണ്ടതല്ല അവരുടെ ജീവിതം. ഞാൻ അതൊന്നുമല്ല പറഞ്ഞു. നിങ്ങൾക്ക് രണ്ടുപേർക്കും അവരുടെ ആഗ്രഹങ്ങളും മോഹങ്ങളും ഇങ്ങനെ അടിച്ചമർത്തി മതിയായില്ലേ? നിങ്ങൾ ഇത്രയും റേസിസ്റ്റ് ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. സെക്സിസ്റ്റ്. കേസ് ക്ലോസ്ഡ്. I've traveled all around India. I've been to Gokarna, Assam, Keso. I've also been to Kerala, to this beach by the cliff. വർക്കല. Varkala. Oh yes, it was really nice. പുള്ളിക്കാരി ഇന്ത്യ മുഴുവൻ I'll have to കറങ്ങിയിട്ടുണ്ട്. come back to കേരളവും. It's a really nice place. സെൽഫി വിത്ത് മദാമ ചേച്ചി. ഹൈ സീരിയസ്ലി റേഞ്ച് പോലില്ല. എന്താ അല്ലേ, നമ്മളെക്കാട്ടിലും കൂടുതൽ ഇന്ത്യ കണ്ടിട്ടുള്ളത് ഇവരൊക്കെയാ. കേൾക്കാൻ നല്ല രസോ. ഇങ്ങനെ കറങ്ങി നടക്കാനേ കുറെ കാശ് വേണം. ഓ പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് 750 ഒരു ടിക്കറ്റ് എടുത്ത ബേക്കൽ ഫോർട്ട് പോയിട്ട് വരാം. നീ എത്ര തവണ പോയിട്ടുണ്ട്? പോയിട്ടില്ല. ഫിറ്റാണോ? കുറച്ചധികം. കണ്ടില്ലടാ, ഇവരൊക്കെ ജീവിതം ശരിക്കും എൻജോയ് ഉണ്ടല്ലോടാ. ഇവരൊക്കെ അവനവന് വേണ്ടിയാ ജീവിക്കുന്നത്. എന്ന് വെച്ചാ ഇപ്പൊ നമ്മുടെ പേരൻസ് നമുക്ക് വേണ്ടി ജീവിച്ചു. ഇനി കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്കും നമ്മള് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കും. എന്നിട്ട് ഇതിങ്ങനെ ഒരു സൈക്കിള് പോലെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ നമുക്ക് വേണ്ടി ജീവിച്ചാ നമ്മുടെ പിള്ളേർക്ക് വേണ്ടി ആര് ജീവിക്കും? അവർക്ക് വേണ്ടി അവരെന്നെ ജീവിച്ചോട്ടെ. 20 വർഷത്തിന് ശേഷം ഇതേ സ്ഥലത്ത് ഇതേ ദിവസം ഇതേ സമയത്ത് നമ്മളെല്ലാവരും എത്തുന്നു. ഓക്കെ, കൈ വെക്കട്ടെ. ആ കുപ്പിയും കൂടെ വെച്ച്. നീ ഓർക്കണം, പണ്ടൊരു നാൾ ഇലക്ട്രിക്കൽ ലാബിൽ വെച്ച് ആ തെണ്ടി ചാക്കോ സാറിന് ID കാർഡ് വെച്ചത് 1000 രൂപ ഫൈൻ അടയ്ക്കാൻ പറഞ്ഞിട്ടാ. 1000 രൂപ. പൊട്ടൻ ഇതെല്ലാം മിസ് ചെയ്തു അല്ലേ? എന്ത് ചെയ്യാനാ, അവന്റെ തെറ്റ് തന്നെയല്ലേ. അവന് വെള്ളം പേടി, ഇരിക്കാൻ പേടി, നിക്കാൻ പേടി, ഹൈറ്റ് പേടി. ഒരാളെ ഇത്രയും പേടി ഉണ്ടാവാൻ പാടുണ്ടോ? ദർശന, നിനക്ക് എന്റെ മോൻ കണ്ട മനസ്സിലാവില്ലേ? മനസ്സിലാവും. എടാ ഗാന്ധിജിക്ക് ID കാർഡ് ഉണ്ടോ? ഇല്ല. നീ എനിക്ക് 1000 രൂപ തന്നു. I love you. ഗോവയിൽ ഞാൻ നിനക്കൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. സർപ്രൈസ്? I love surprises. പക്ഷേ പട്ടി ഇതുവരെ ഫുൾ ഇങ്ങനെ എനിക്ക് പുള്ളിക്കാരനെ ഇപ്പൊ കാണണം. ഇങ്ങനെ പാന്റെ കൂടെ സെഞ്ചുറി എന്ന് പറയണ അയ്യോ ഇവരെങ്ങനെ? Get inside. നിങ്ങളും വരുൺ, ഇതോടെ ഐവി തീർന്നു. എല്ലാരും ബാഗ് പാക്ക് ചെയ്തോ, നാളെ തിരിച്ച് കേരളത്തിലേക്ക്. നട്ടല്ലാത്തവൻ, പേടിത്തൊണ്ടൻ, എന്തൊക്കെയായിരുന്നു? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ ഒന്നും വേണ്ടെന്ന്. എന്നിട്ടിപ്പോ എന്തായി? സോറി. അല്ല, ബാക്കിയുള്ളവർ എന്താ പറയാ പോണേ? നിങ്ങൾ പെമ്പിളേരെ കൊണ്ട് കണ്ണിക്കണ്ട ബാറിലൊക്കെ പോയതുകൊണ്ട് ഐവി ക്യാൻസൽ ആയിരുന്നോ? ബാറില്ല, ഷാക്ക്. മിണ്ടരുത്. അവന്റെ എടാ, നിനക്കെങ്കിലും കുറച്ച് ഉത്തരവാദിത്തമാണെന്ന് വിചാരിച്ചു. പെട്ടെന്ന് ദേ ആൾക്കാർ ചോദിച്ചു തുടങ്ങി. എനിക്കൊന്നും അറിയണ്ട കേട്ടോ. എടാ, കുപ്പി എടുത്ത് മാറ്റിയതും ക്ലൂ ഒളിപ്പിച്ചത് ഈ ബാറിലേക്ക് കൊണ്ടുപോയതൊക്കെ അവരുടെ പ്ലാൻ ആയിരുന്നു. എന്നുവെച്ച് അത് സമ്മതിച്ചു കൊടുക്കണോ? പെൺകുട്ടികൾ രാത്രി കറങ്ങി കിടക്കണം, ഡ്രിങ്ക് ചെയ്യണതൊന്നും ശരിയല്ലെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ച് റൂമിലേക്ക് കൊണ്ടുവരായിരുന്നു. അല്ലാണ്ട് രാത്രി മൊത്തം അവരുടെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കല്ല വേണ്ടത്. ആമ്പിള്ളേർക്ക് വെള്ളം അടിക്കാം, സിഗരറ്റ് വലിക്കാം, ഏപ്പടം കാണാം, രാത്രി മൊത്തം കറങ്ങി നടക്കാം. ഒരു പെൺകുട്ടി ചെയ്തപ്പോ ഇഷ്യൂ അല്ലേ? നിങ്ങൾ ഇത്ര സെക്സിസ്റ്റ് ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. റേസിസ്റ്റ്. ഹായ് ദിയ. ശരിയാ, ഞങ്ങള് ഭയങ്കര സെക്സിസ്റ്റാ. കുറ്റം നിങ്ങളുടെ ഒന്നല്ല,
ഞങ്ങളല്ലേ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയത്. ഇതൊന്നും പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരുന്നിട്ട് ഇനി ഒരു കാര്യമില്ല. അടുത്ത് എന്താ ചെയ്യാൻ പറ്റുക നോക്കാം. അക്ഷയ വിചാരിച്ച എന്തെങ്കിലും നടക്കും. ക്ലാസ്സിൽ സാറിന് കുറച്ചെങ്കിലും മതിപ്പുണ്ടെങ്കിൽ ശിവനോടാ. ആണോ? പിന്നല്ലേ? കൗസല്യാ സുപ്രജാ രാമപൂർവാ സന്ധ്യാ പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്തികം. ഒരു ഹിപ്പി വില്ലേജ് കാണാൻ പോക്കാം. അതുപോലെ കോട്ടയ്ക്ക് തന്നെ പോണവര് ബ്ലഡി ഫുൾ. ആ ഞങ്ങൾ അറിയാണ്ട് ഹോട്ടലിൽ നിന്ന് പുറത്തു പോവുക, ഡ്രിങ്കിങ്, അതും പെണ്ണുങ്ങളുടെ കൂടെ. നിങ്ങളുടെ പേരൻസിനെ അറിയിച്ച എത്ര വലിയ ഇഷ്യൂ ആണെന്നറിയോ? സ്റ്റുഡൻസിന് അടുത്ത് ബാഗ് പാക്ക് ചെയ്ത് റെസ്റ്റോറൻറ്റിലേക്ക് വരാൻ പറയും. നമുക്ക് ഉച്ചയ്ക്ക് മുമ്പ് തിരിക്കണം. You may go now. ആസ് യു ഓൾ നോ, ഐവി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വളരെ കുറച്ച് കണ്ടീഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്നലെ രാത്രി നിങ്ങളിൽ ചിലർ അതെല്ലാം കൂടി ഒരുമിച്ചങ്ങ് ബ്രേക്ക് ചെയ്തു. അങ്ങേരവിടെ സ്തുതി വിളിച്ചു തുടങ്ങി. എന്തൊക്കെയായിരുന്നു? ഐവി ക്യാൻസൽ ചെയ്യുന്നതിന് ഗോവ, ബീച്ച്, സൺഡൗൺ, പാർട്ടി, ഒലക്കയുടെ മൂഡ്. ക്ലാസ്സിലെല്ലാവരെയും ഫേസ് ചെയ്യാൻ തന്നെ മടിയാവുന്നു. പോടെടാ ചുമ്മാ. വൺ ലാസ്റ്റ് ചാൻസ്. ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. ഓക്കെ? ഓക്കെ സാർ. You may go now. ലവ്ലി, എനി പ്രോബ്ലം? അമേരിക്കക്കാരൻ ഡോക്ടർ, അമ്മയുടെ ചോയ്സ്, അച്ഛന് സമ്മതം. പെണ്ണുകാണിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞാൻ ഈ ഐവിക്ക് വന്നത്. പക്ഷെ ഇപ്പൊ ഐവി ക്യാൻസലായില്ലേ, ഇനി കാണാതെ വേറെ നിവൃത്തിയില്ല. ഇവിടെ ഞാൻ എങ്ങനെ വിളയ്ക്കും? അമേരിക്ക. ഗ്രേറ്റ്. ഓൾ ഓഫ് യു ആർ മൈ ഫേവറേറ്റ് സ്റ്റുഡൻസ്. നിങ്ങളുടെയൊക്കെ മോൻ കാണുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. സോ ദാറ്റ് വി ആർ പാക്കിംഗ് ദ ബാഗ്സ് ആൻഡ് ഗോയിങ് ടു ഗോവ. ഗോവയോ? അമേരിക്കക്കാരൻ അമേരിക്കയ്ക്ക് പോട്ടെ ലവ്ലി, നമുക്ക് ഗോവയ്ക്ക് പോവാം. ഐവി സ്റ്റാർട്ടാൻ വെയിറ്റിംഗ് കരുതി കുരിശൊന്ന് ഓഫാൻ. എന്നാലും ഈ സാറിന്റെ മനസ്സ് എങ്ങനെയാ മാറിയത്? സിമ്പിൾ, സർവീസിന്റെ പുറകെ കട്ട പ്രേമം. അത് നിനക്ക് എങ്ങനെ അറിയാം? വല്ലപ്പോഴൊക്കെ സ്റ്റാഫ് റൂമിൽ കയറണം. അതെങ്ങനെയാ? ക്ലാസ് റൂമിൽ പോലും കയറാറില്ലല്ലോ. കറക്റ്റ്. അപ്പൊ പിന്നെ നമുക്ക് സാറിനോട് പോയൊരു താങ്ക്സ് പറയാം അല്ലേ? താങ്ക്സ് ഒക്കെ ഇവിടെ നിൽക്കട്ടെ. ആദ്യം ഒരു സോറി പറയാം. കറക്റ്റ്. ദാറ്റ്സ് ഓക്കെ. സോറി ഒന്നും വേണ്ട. അല്ലെങ്കിൽ തന്നെ നിങ്ങളെ കുറച്ചുണ്ടാക്കിയ പ്രശ്നത്തിന് മറ്റുള്ളവരെ പണിഷ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഇനി അങ്ങോട്ട് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി. അക്ഷയ്, തനിക്ക് ആരോടെന്തോ പറയാനില്ലേ? ടീച്ചേഴ്സ് അറിയാതെ ക്ലാസ് റൂമിലൊന്നും നടക്കത്തില്ല. ഡോ, തന്നോടും കൂടെ. സാർ ഇവിടെ നിൽക്കുവാണല്ലേ? വരുന്നില്ലേ? വേഗം വാ സാർ. അല്ല, ഞാനിപ്പോ വരാം. ഞാൻ പുറത്തന്നെ ഉണ്ട്. എന്താടോ ഒരു തമാശ? ആ പറ, ഞാനോടും ചിരിക്കട്ടെ. അല്ല, ഈ സ്റ്റുഡൻസ് അറിയാണ്ട് സ്റ്റാഫ് റൂമിലും ഒന്നും നടക്കാറില്ല. അല്ല, അങ്ങനെയൊന്നുമില്ല. സൺസെറ്റ്, നൈസ് നൈസ്, ബ്യൂട്ടിഫുൾ സൺസെറ്റ്, ലവ്ലി സൺസെറ്റ്. നൈസാ. കണ്ടിട്ട് വന്നാ മതി. അങ്ങനെ ഹംപിയിൽ ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റിന് ശേഷം അവരെല്ലാരും തിരിച്ചു സൺറൈസ് കാണാനായി ഗോവയിലേക്ക്. നമുക്കൊരു മൂവി പ്ലേ ചെയ്താലോ? എല്ലാരും ഇരുന്നേ, സിനിമ ഇടാൻ പോവാണ്. ഇരുന്നേ ഡീ മോളെ. ഒന്നിങ്ങി വന്നു. നീ മൂവി ഒന്ന് പ്ലേ ആവോ? ചെല്ല്. ഹലോ. അയ്യോ, പർവ്വതം പോലെ ടിവിയുടെ മുമ്പിൽ നിൽക്കാണ്ട് എവിടെയെങ്കിലും പോയി ഇരിക്കടി. എന്റെ സീറ്റ് വന്നിരുന്നിട്ട് പൊടി.
A E I O U A E I O U A E I O U A U Y close. ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും പ്ലീസ്. നടക്കട്ടെ. ആരിത്? ഹായ് അക്ഷയ്. ഹായ്. സൈഡ് സീറ്റിൽ ഇരിക്കണം എന്ന് നിർബന്ധമുണ്ടോ? സൈഡ് സീറ്റിൽ ഇരിക്കണം എന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. അന്ന് എനിക്കുണ്ട്. ആ ആ ഇരിക്കുന്നില്ലേ? സൈഡ് സീറ്റ് വേണമെന്ന് നിർബന്ധം പിടിച്ചപ്പോ എനിക്ക് വട്ടാന്ന് തോന്നിക്കാണു അല്ലേ? ഇച്ചിരി. ഇവിടുന്ന് പുറത്തോട്ട് നോക്കിയാ പിന്നെ കണ്ണ് തുറന്ന് സ്വപ്നം കാണാൻ പറ്റും. ആരാ? അച്ഛനാ. എന്നും എന്താ സംഭവിച്ചെന്ന് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല. എന്നും വിളിക്കും? പണ്ടെന്നും വിളിക്കുമായിരുന്നു, ഇപ്പൊ വാട്സാപ്പായി. അപ്പോ ഇന്നലെ ഒക്കെ ടെക്സ്റ്റ് ചെയ്തത് വേറെ ആരെ? അച്ഛനെ തന്നെ. ഓ അച്ഛാ. നിലാവിലെല്ലാമേ അറിഞ്ഞിടാതലിഞ്ഞുവോ, പറഞ്ഞു തീരാനായി കൊതിച്ചതും മറന്നുവോ. ക്രിക്കറ്റ്, ക്യാരംസ്, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, പിയേഴ്സ്, ലൈഫ് ബോയ്, നരസിംഹം, തട്ടത്തിമറയത്ത്, മൂകരാവിൻ വിരൽ പാത തന്നിൽ ഇരുട്ട് പേടിയാലേ. ഞാൻ ഒരു സീക്രട്ട് പറയട്ടെ. തന്നേക്കാളും പേടിയായിരുന്നു ഇരുട്ടിന് എനിക്ക്. പണ്ട് പവർ കട്ട് ആവുമ്പോ ഞാൻ കരഞ്ഞ് ബോൾ ഉണ്ടാക്കുമായിരുന്നു. കരഞ്ഞിട്ടില്ല, ഇച്ചിരി ബോൾ ഉണ്ടാക്കുമായിരുന്നു. എനിവേ, അങ്ങനെ ഒരു ദിവസം അച്ഛൻ എന്നെ മടി കയറ്റിയിരുത്തി ആകാശത്തിൽ നക്ഷത്രങ്ങൾ കാണിച്ചു. കാണാൻ പറ്റാത്തതിനെ പേടിക്കണ്ടോ? കാണാൻ പറ്റുന്നതിന്റെ ഭംഗി ആസ്വദിച്ചാൽ മതി. ഉമ്മ കൊടുത്തോ? നമ്മളെ ഈ ഇഷ്ടപ്പെടുന്ന പെണ്ണ് കിടന്നുറങ്ങുന്ന കാണാൻ വരെ എന്ത് ഭംഗിയാലേ. ആദ്യത്തെ ഒരാഴ്ച കാണും ഇത്. എന്തെവിടെ ഇരിക്കുന്നത്? താൻ എന്നാ അവസാനമായിട്ടൊരു സൺറൈസ് കണ്ടത്? സൂര്യൻ എല്ലാ ദിവസവും ഉദിക്കാറുണ്ട്, അസ്തമിക്കാറുണ്ട്. പക്ഷെ ആർക്കൊരു മൈൻഡില്ല. ചിലപ്പോ എനിക്ക് തോന്നാറുണ്ട് എല്ലാവരും വല്ലപ്പോഴും ഒരു സൺറൈസ് ഒക്കെ കണ്ട ഈ ലോകത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. ദിയ എന്ന് വെച്ച പ്രകാശ്. ഓളൻ നല്ല രാത്രി ഇങ്ങനെ ഒലിപ്പിച്ച് ബോറാക്കിയല്ലേ. പോടാ അവിടെ നിന്ന്. ആഹാ വരുൺ നോക്കടി. സ്റ്റേ ഉള്ളാട്ടോ, അടിപൊളി സ്ഥലം. ഇറങ്ങി വേണം. അതെ വരുന്നു, ഭക്ഷണം കഴിച്ചിട്ട് വരാം. ഓക്കെ.
ലവ്ലി എന്ത് ചെയ്യാൻ പോവാ? ചായ ഉണ്ടാക്കാൻ ഞാൻ. അയ്യോ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദി കേരള ടീ. അല്ല അല്ല, എനിക്കറിയാം. ഞാൻ പറഞ്ഞുതരാം. 1 സെക്കൻഡ്. കഴിക്കു ദേവു. എനിക്ക് വേണ്ട. കുറച്ച് കഴിച്ചേ. ഇന്നലെ രാത്രി കൊറേ കഴിച്ചു. എനിക്ക് വിശപ്പില്ല. അത് ഡിന്നർ, ഇത് ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ? കഴിച്ച മര്യാദക്ക്. ഇതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് ഞാനങ്ങ് സഹിച്ചു. ഇതൊക്കെ ഒരു ജോലിയാണല്ലേ? See, you have to steer in the clockwise direction and anti-clockwise direction. Again clockwise direction and anti-clockwise direction. ഇനി ഇതൊന്ന് കുടിച്ചു നോക്കൂ. ഓ 1 സെക്കൻഡ്, ഞാൻ മറന്നു. ഐ ആം സോറി. എടി എടി ഇന്നലെ രാത്രി എന്താ സംഭവിച്ചേ? നിങ്ങളല്ലേടാ പറഞ്ഞേ ഒരു പെണ്ണിനെ വീഴ്ത്താൻ അവളെ ചിരിപ്പിക്കണമെന്ന്. ഇന്നലെ അവൾ ഇഷ്ടം പോലെ ചിരിച്ചളിയാ. പക്ഷേ ഓരോ തവണ അവള് ചിരിക്കുമ്പോഴും ഞാനാണ് കൂടുതൽ വീണ് പോയെ. അവനൊരു പാവ, പക്കാ ഡീസന്റ്. ഇതുവരെ ഒരൊറ്റ പെണ്ണിന്റെ മുഖത്തോളം നോക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നിന്നോട് എന്തൊരു സോഫ്റ്റ് കോണ്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ചുമ്മാ ഇങ്ങനെ പറയാതെ. ഹി സീംസ് ടു ബി എ നൈസ് ഗൈ. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ ഇങ്ങനത്തെ നൈസ് ഗൈസ് ആണ് നിനക്ക് വീണു പോകാൻ ചാൻസ്.